മഷ്റൂം വെച്ച് നമ്മൾ പല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. തീയൽ, തോരൻ, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ തയ്യാറാക്കിയെടുക്കാറുണ്ട്. എന്നാൽ മഷ്റൂം മസാല കഴിച്ചിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത്. ഇത് തയ്യാറാക്കാൻ വേണ്ടി 2 വലിയ സവാള നീളത്തിലരിഞ്ഞതും 6 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുക, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂട് വരുമ്പം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതിനെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു മണം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വഴറ്റി കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. എന്നിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നമുക്ക് 3 വിസിൽ വരുത്തിച്ചെടുക്കണം. ഫുൾ തീ കൂട്ടിയിട്ട് 1 വിസിലും പിന്നെ തീ കുറച്ച് വെച്ച് 2 വിസിലും വരുത്തിച്ചെടുക്കുക. ഇവിടെ ഞാൻ 250 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള മഷ്റൂം തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വലുതാണ് ഇതുപോലെ 4ആയിട്ട് മഷ്റൂം കട്ട് ചെയ്തെടുക്കുക, ചെറുതാണ് 2ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കട്ട് ചെയ്ത് കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെക്കുക. നല്ല വിസിൽ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന് നോക്കാം. ഉള്ളിയൊക്കെ നല്ല രീതിയിൽ വഴണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്ന വരെ നല്ലതായിട്ട് ഇതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കസൂരിമേത്തി ഞാൻ കയ്യിലോട്ടെടുത്ത് നല്ലതായിട്ട് ഞെരടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെയും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അത് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സവാളയ്ക്ക് ഓൾറെഡി നേരത്തെ ഉപ്പിട്ട് കൊടുത്തിരുന്നു, അത് നോക്കി മാത്രം ഉപ്പിട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുക്കറിൻ്റെ വിസിൽ മാറ്റിയിട്ട് അടപ്പും കൊണ്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതിനെ വേവിച്ചെടുക്കുക. തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് ആയപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമെല്ലാം പോയി വന്നിരിക്കുന്ന മഷ്റൂം ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ തീ കുറച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. വിസിലിട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോഴത്തേക്ക് മഷ്റൂമിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നല്ലതായിട്ടൊന്ന് ഇറങ്ങി വരും. ഇപ്പോൾ തന്നെ മഷ്റൂമൊക്കെ നല്ലതായിട്ട് കുഴഞ്ഞ രീതിയിൽ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 കപ്പ് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് മഷ്റൂമൊക്കെ നല്ല രീതിയിൽ വെന്ത് ഇതിനൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ഗ്ലാസ് തേങ്ങയുടെ 1/4 പാലുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ. ഈ സമയം തീ ഫുൾ കുറച്ച് വെക്കുക കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറി തിളക്കരുത്. ഇത് നല്ലതായിട്ട് ഇളക്കി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. മല്ലിയില വേണമെങ്കിൽ സമയത്ത് ശകലം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ചപ്പാത്തി, അപ്പം, പൊറോട്ട, കുബൂസ്, ഫ്രൈഡ് റൈസ് കൂടെ കൊടുക്കുക. ബെസ്റ്റ് കോമ്പിനേഷനാണേ.